എവ്രിവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്ന് ഗാർഡനിൽ ഗ്രേപ്സ് പറിക്കാൻ ഇറങ്ങിയതാണ്. ഗ്രേപ്സൊക്കെ എല്ലാം പഴുത്ത് ഓൾമോസ്റ്റ് ഇനി പറിച്ചില്ലെങ്കിൽ അത് സ്പോയിലായി പോകും. സോ ഇന്നെങ്കിലും നമ്മൾ പറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പറിച്ചിട്ട് നമുക്കിത് കഴുകി ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട് വൈൻ ഇടാനാണ് പ്ലാൻ. ഇതിൽ ഓൾറെഡി കുറച്ച് ചീത്ത ഗ്രേപ്സൊക്കെ കാണും. അതൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി വെക്കണം. ഇതൊക്കെ ആക്ച്വലി നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒക്കെ എടുത്തു. എന്നാലും നമുക്ക് വൈൻ ഇടാൻ പറ്റിയില്ല, കാരണം കുറേ ദിവസം നമ്മളിത് സ്റ്റോർ ചെയ്തു. പക്ഷേ നമുക്കൊരു ഗ്ലാസ് ജാർ എവിടെയും മേടിക്കാൻ കിട്ടിയില്ല. ആക്ച്വലി ടൈം കിട്ടിയില്ല പോയി മേടിക്കാൻ. പിന്നെ ഇതൊക്കെ കുറച്ച് സ്പോയിലാകാൻ തുടങ്ങി. സോ ആ പ്ലാൻ നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അപ്പം നമ്മുടെ നടക്കാത്ത ആ പ്ലാൻ്റെ കുറച്ച് എഫേർട്സാണ് നിങ്ങളിപ്പോഴത്തെ ക്ലിപ്സിൽ കണ്ടത്. ഇന്നൊരു ഫ്രൈഡേ ആണ്. ഫ്രൈഡേ നോർമലി എറിക്കിൻ്റെ മൂവി നൈറ്റ് ഡേ ആണ്. സോ എറിക്കിന് പോപ്കോണൊക്കെ വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ഈ പോപ്കോൺ കേർണൽസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോപ്കോണൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ നിതിന് കൊഴുക്കട്ട വേണമെന്ന് പറഞ്ഞിട്ട് റൈസ് ഫ്ലവറിൻ്റെയും വീറ്റ് ഫ്ലവറിൻ്റെയും കോമ്പിനേഷൻ കൊണ്ട് കുറച്ചുണ്ടാക്കി. കാലിയായത് അറിഞ്ഞില്ല. സോ ദ ബോയ് ഈസ് എൻജോയിങ് ഹിസ് മൂവി നൈറ്റ് വിത്ത് സം പോപ്കോൺസ്. പോപ്കോൺ കേർണൽസ് കൊണ്ട് വീട്ടിൽ തന്നെ പോപ്കോൺ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നു. തണുപ്പായി വരുന്നു, തണുപ്പിൻ്റെ ഓട്ടം വൈബ്സ് വരുന്നു. ഓട്ടം വൈബായി ഫുൾ വീട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇന്ന് നിതിൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോയിരിക്കുക. ഒരു ഓഫീസ് മീറ്റിംഗ് ഉണ്ട്. സോ കുറച്ച് ദിവസം ഞാൻ ഫ്രീ ആണ്. അപ്പം എന്തുകൊണ്ട് ഒരു വ്ളോഗ് എടുത്തുകൂടാ എന്ന് വിചാരിച്ചു. സോ കുറച്ച് ക്ലിപ്സ് ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ക്ലിപ്പ് ചെയ്ത് നമുക്കൊരു വ്ളോഗ് തുടങ്ങാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ആക്ച്വലി ലഞ്ച് ടൈം ആയിരുന്നു. നമ്മുടെ ലഞ്ചാണ് പൊറോട്ട വിത്ത് പോത്ത് കറി. എറിക്ക് സ്കൂളിലാണ്, നിതിൻ ഇവിടെ ഇല്ല. സോ ഞാൻ മാത്രമാണിത് എൻജോയ് ചെയ്യുന്നത്. സ്പെഷ്യലി നമ്മൾ ഒരു ദിവസം മുന്നേ കറി ഉണ്ടാക്കി വെക്കുമ്പം നെക്സ്റ്റ് ഡേ നല്ല അടിപൊളി ടേസ്റ്റാക്കും അത്. പൊറോട്ട ഇവിടെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും. നല്ല അടിപൊളി മലബാർ പൊറോട്ട നമുക്ക് മേടിക്കാൻ കിട്ടും. ഫ്രോസൺ ആയിരിക്കും. അപ്പം മൈക്രോവേവിൽ ഒരു 2 minutes രണ്ട് സൈഡും വെച്ച് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ എപ്പോഴും നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ പോകാൻ പറ്റില്ല, കാരണം ഒത്തിരി ഇന്ത്യൻ സാധനങ്ങൾ തീരുമ്പോൾ തന്നെയാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിലേക്ക് ഒരു വിസിറ്റ് നടത്താറ്. അപ്പം നമ്മുടെ ബെവവായിക്കിലൊരു ഇന്ത്യൻ സ്റ്റോറല്ല, ശ്രീലങ്കൻ സ്റ്റോറാണ്. രാകാഷ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ മേടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ബെവവായിക്കിൽ ഒരു ബസാറുണ്ട്, സ്വാട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞ്. അവിടെയും ഇവരുടെ ഷോപ്പ് ഉണ്ട്. അവിടെ നിന്നും മേടിക്കാറുണ്ട്. അവിടെ വെജിറ്റബിൾസും ഒക്കെ കിട്ടും. പിന്നെ പൊതുവേ ആ മാർക്കറ്റിൽ നമുക്ക് ഫ്രൂട്ട്സ് നല്ല വില കുറച്ച് കിട്ടും. കമ്പയർഡ് ടു ആൽബർട്ടൈൻ അല്ലെങ്കിൽ ദേക്കമാർട്ടിൽ നമ്മൾ ഷോപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ല കുറവ് റേറ്റിലായിരിക്കും അവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് കിട്ടുന്നത്. സോ ആരും വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. കുറേ ഹൗസ് ഹോൾഡ് ഐറ്റംസും കർട്ടൻസും ഈവൻ ഫർണിച്ചേഴ്സും ഒക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ക്വാളിറ്റി വൈസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാനൊക്കെ. ആർക്കൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, എനിക്കതൊരു ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഐ ഡോണ്ട് പെർട്ടിക്കുലർലി ലൈക്ക് ബീങ് ലോൺലി. അലോൺ ടൈം എനിക്കിഷ്ടമാണ്, പക്ഷെ ലോൺലി ആകുന്നത് എനിക്കിഷ്ടമല്ല. സോ ഇപ്പം കുറച്ച് ദിവസം നിതിൻ സ്വിറ്റ്സർലൻഡിലാണ്, കുറച്ച് ദിവസം ഞാൻ അലോണാണ്. ഒരു ആങ്സൈറ്റി ഉണ്ട് മനസ്സിൽ, പക്ഷേ അലോൺ ടൈമും എനിക്കിഷ്ടമാണ്. പിന്നെ നിതിൻ ഇവിടെ വർക്ക് ഫ്രം ഹോം ഉള്ളപ്പോഴും നമ്മൾ അധികം കാണാറില്ല. മോസ്റ്റ്ലി മേലെ പോയി നിതിൻ വർക്ക് ചെയ്യുകയായിരിക്കും, ഞാൻ താഴെ ആയിരിക്കും. പിന്നെ നമ്മൾ ലഞ്ച് ടൈം അല്ലെങ്കിൽ ഡിന്നർ ടൈമിലൊക്കെയാണ് കാണുന്നത്. കൂടുതലും ആങ്സൈറ്റി എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലം കംപ്ലീറ്റ്ലി ഒരു ഡച്ച് ഏരിയ ആണ്. ഇന്ത്യൻസ് ആരും ഇല്ലാത്ത ഏരിയ ആണ്. പിന്നെ നമുക്കിവിടെ കുറേ ഫാമിലി ഫ്രണ്ട്സായിട്ട് ആരുമില്ല. സോ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ആങ്സൈറ്റി എപ്പോഴും മനസ്സിലുണ്ട്. അതൊക്കെ തന്നെ. മോസ്റ്റ്ലി സൺഡേ ആണ് നമ്മുടെ ഷോപ്പിംഗ് ഡേ. സോ സൺഡേ പോയി നമ്മൾ എല്ലാം ഷോപ്പിംഗ് ചെയ്ത് മേടിച്ച് വരും. ഷോപ്പിംഗ് മീൻസ് ഗ്രോസറീസ് ആയിരിക്കും കൂടുതലും. സോ ഇന്ത്യൻ
സ്റ്റോറിൽ പോകേണ്ട സമയത്ത് ഇന്ത്യൻ സ്റ്റോറിൽ പോകും. പിന്നെ ബാക്കി കുറച്ച് ഐറ്റംസ് നമുക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക് അവൈലബിൾ ഉള്ളൂ, അവിടെ നിന്ന് എടുക്കണം നമുക്ക്. സോ അങ്ങനെ സൺഡേ ഫുൾ ഷോപ്പിംഗ് ആയിട്ട് പോയി. പിന്നെ ഇന്നലെ നമ്മൾ ഡെക്കാത്ലോണിലും പോയി എറിക്കിന് ഒരു ന്യൂ സൈക്കിൾ എടുക്കണമായിരുന്നു, അതൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോൾ അതിൻ്റെയും കുറച്ച് ക്ലിപ്സ് ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് നമുക്ക് വരാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അൽക്മാറിലാണ്. അൽക്മാറിൽ ഡെക്കാത്ലോണിലാണ് നമ്മൾ പോകുന്നത്. ഈ സൈക്കിൾ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് മേടിച്ചത്. സോ ഇത് ചെറുതായി ഇനി ഒരു വലിയ സൈസും കൂടെ എറിക്കിന് വേണം. സോ അത് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു സൈക്കിൾ പിക്കപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളവിടെ ആ പഴയ സൈക്കിൾ കൊടുത്ത് അവർ ഇൻസ്പെക്ഷൻ ചെയ്ത് ഭയങ്കര ചെറിയ ഒരു റേറ്റാണ് നമുക്ക് ഓഫർ ചെയ്തത്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും ബെറ്റർ നമ്മൾ മാർക്ക് പ്ലാറ്റ്സിൽ സെൽ ചെയ്താൽ നമുക്ക് കറക്റ്റ് ഒരു എമൗണ്ട് കിട്ടിയേനെ. 12 o'clock നമ്മളിവിടെ നിന്ന് സൈക്കിൾ പിക്കപ്പ് ചെയ്യാൻ വന്നാൽ അവർ പറഞ്ഞ് 2 o'clock ആകും അവർക്ക് തരാൻ. എന്തിനാണെന്നറിയില്ല. എന്നാലും നമ്മൾ ആ സമയം പോയി ലഞ്ച് കഴിച്ചിട്ട് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് തിരിച്ച് സൈക്കിൾ പിക്കപ്പ് ചെയ്യാൻ പോവാം. ലഞ്ച് നമ്മളിവിടെ തന്നെ ഉള്ള ഒരു ബ്ലഷ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ചെയ്തത്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞ് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഡെക്കാത്ലോണിൽ പിക്കപ്പ് ചെയ്യാൻ വന്നതാണ്. സ്റ്റോറിൽ നമുക്ക് സ്പോർട്സും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനുള്ള എല്ലാ സാധനങ്ങളും മേടിക്കാൻ കിട്ടും. അങ്ങനെ സൈക്കിളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. അൽക്മാറിൽ അത്യാവശ്യം നല്ല വെതറായിരുന്നു, സണ്ണി ആയിരുന്നു. സോ ഒരു 20 degree വരെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഇവിടുത്തെ ബിൽഡിങ്സ് കാണുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ഭംഗി തോന്നി. നമ്മുടെ ഏരിയയിൽ കുറച്ചുകൂടെ ന്യൂവർ ബിൽഡിങ്സ് ആയിക്കൊണ്ട് ആയിരിക്കാം. ഇത് കുറച്ചുകൂടെ ഓൾഡർ സ്ട്രക്ചറാണെന്ന് തോന്നുന്നു. നല്ല ഷേപ്പും കാണാനും നല്ല രസമുണ്ട്. ഇതിൻ്റെ മറ്റേ സൈഡിൽ കനാലാണ്. കുറച്ച് സണ്ണി വെതർ ആകുമ്പോൾ തന്നെ ഇവരെല്ലാവരും ബോട്ട് എടുത്ത് കനാലിലേക്ക് ഇറങ്ങും. സോ ആ സൈഡിലെ വ്യൂ കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ അവിടെ എല്ലാവരും നല്ല ബോട്ട് റൈഡൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആണ് നമ്മൾ എറിക്കിന് മേടിച്ച സൈക്കിൾ, ന്യൂ സൈക്കിൾ. സൈക്കിളിലാണ് എറിക്ക് ഇപ്പോൾ സ്കൂളിൽ പോകുന്നത്. എനിക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. സോ ഇന്നാണ് അതിൻ്റെ വാട്ടറിങ് ഡേ. നമുക്ക് വാട്ടർ കൊടുക്കുമ്പം കാണാം ഏതൊക്കെ പ്ലാന്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളതെന്ന്. ഇതൊക്കെ മോസ്റ്റ്ലി ഇവിടുന്ന് തന്നെയാണ് മേടിച്ചത്. കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാന്റ്സും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ മോസ്റ്റ്ലി കുറേയൊക്കെ ഡെഡായിപ്പോയി. പിന്നെ ബാക്കി ഉള്ളത് ഭയങ്കര സ്ലോ ഗ്രോത്താണ്. ബാക്കി ഇവിടുന്ന് മേടിച്ച പ്ലാന്റ്സ് ആണെങ്കിൽ കുഴപ്പമില്ലാതെ സർവൈവ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഓൾമോസ്റ്റ് ഒരു 5 years ഒക്കെ ആയിട്ട് നല്ലപോലെ തന്നെ പോകുന്നുണ്ട്. സ്കൂളിൽ വന്ന് ഡയറക്റ്റ് സ്വിച്ച് എടുത്ത് ഇതിൽ ടൈം ലിമിറ്റ് ഇട്ടിട്ടുണ്ട്. ഓൺലി 15 minutes ആണ് അവന് കളിക്കാൻ പറ്റുന്നത്. അടുത്ത എൻ്റെ ടു ഡു ലിസ്റ്റിലുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഈ ബ്ലൈൻഡ്സ് ഒന്ന് ക്ലീൻ ചെയ്യുക. നമ്മൾ ഒരു അലുമിനിയം ബ്ലൈൻഡ്സ് ആണ് മേടിച്ചത്, അത് നല്ല ക്വാളിറ്റിയാണെന്ന് പറഞ്ഞ്. പക്ഷേ ഇത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഈവനിങ് ആയി. ഇനി നമുക്ക് ഡിന്നർ പ്രെപ്പ് ചെയ്തിട്ട് കഴിച്ചിട്ട് കിടക്കണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ. പിന്നെ രാത്രിയായപ്പം എറിക്ക് ഡെസേർട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പം അവൽ നനച്ചത് ഒന്നും ഉണ്ടാക്കി. അങ്ങനെ ഇന്നത്തെ ഡേയും ഈ വ്ളോഗും ഇവിടെ എൻഡ് ചെയ്യുന്നു. ഇനി കാണാം നെക്സ്റ്റ് വ്ളോഗിൽ. ടിൽ ദെൻ ബൈ ബൈ.